Welcome to Technical Education Series program on Embedded Systems. In the 9th session of this program, we are discussing part 4 of Module 2, Assembly Language Programming. In this session, we will cover the topics branch instructions and looping, conditional branch instructions, and unconditional branch instructions. Branch instructions and looping. ഒരു മൈക്രോ കൺട്രോളറിലെ പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കോഡുകളുടെ എക്സിക്യൂഷൻ ക്രമം തീരുമാനിക്കുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന രജിസ്റ്ററാണ്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിലുള്ള പ്രോഗ്രാം മെമ്മറി അഡ്രസ് സൂചിപ്പിക്കുന്ന ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും തുടർന്ന് എക്സിക്യൂഷൻ നടക്കുന്നത്. ഇവിടെ മൈക്രോ കൺട്രോളർ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയം പ്രോഗ്രാം കൗണ്ടർ വാല്യൂ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയ 00 ആയി റീസെറ്റ് ചെയ്യുന്നതും പ്രോഗ്രാം മെമ്മറിയിലെ 00 എന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ് മുതൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആരംഭിക്കുന്നതുമാണ്. ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോഴും പ്രോഗ്രാം കൗണ്ടർ വാല്യൂ താനെ ഇൻക്രിമെന്റ് ചെയ്യുന്നതിനാൽ സാധാരണ രീതിയിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയ 00 മുതലുള്ള പ്രോഗ്രാം മെമ്മറി അഡ്രസ് ക്രമത്തിലായിരിക്കും. എന്നാൽ ചില പ്രോഗ്രാമുകളിൽ ഈ ക്രമം തെറ്റിച്ച് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് പ്രോഗ്രാം കൗണ്ടറിൽ നിലവിലുള്ള അഡ്രസ് വാല്യൂ മാറ്റി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ അഡ്രസ് നൽകേണ്ടതായിരിക്കും. ഇങ്ങനെ പ്രോഗ്രാം എക്സിക്യൂഷൻ ക്രമത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനുകളെയാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമുകളിൽ ചില പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൂപ്പ് സെഗ്മെന്റുകളിലാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. A program may have situations to alter the normal sequential flow of program. For this purpose, the program counter is to be manipulated by using certain instructions. The instructions meant to alter the normal sequential flow of program is called branch instructions. A most common use of these branch instructions are in looping. ഒരു പ്രത്യേക കാര്യം നടക്കുന്നതുവരെയോ നിശ്ചിത എണ്ണം പൂർത്തിയാകുന്നതുവരെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിക്കുന്നതിനായി പ്രോഗ്രാമിൽ ഒരുക്കുന്ന ഉപാധിയെയാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. Looping. The loop is one of the most widely used programming techniques. Looping is the process of repeating a sequence of instructions or an operation till a condition is satisfied or a certain number of times. AVR മൈക്രോകൺട്രോളറിൽ വിവിധ രൂപത്തിലുള്ള ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ്. ഇവയെല്ലാം ലൂപ്പിംഗ് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനുകളെ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാവുന്നതാണ്. A wide variety of branching instructions is offered in AVR and can be used for looping. Branch instructions can be of two types: conditional branch instructions and unconditional branch instruction. We will explain one by one. ഫസ്റ്റ്, കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഇത്തരം ഇൻസ്ട്രക്ഷനിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതും അത് ശരിയായി വരുന്ന സാഹചര്യത്തിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് മാറ്റുന്നതും അല്ലെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും. കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ടെസ്റ്റ് ഫോർ വൺ ഓഫ് ദി കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. If the condition is valid,
then jump to specified location, otherwise to next instruction. AVR മൈക്രോകൺട്രോളറിൽ ലഭ്യമായ വിവിധ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പട്ടികയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷനുകളിലെല്ലാം പ്രോഗ്രാം ബ്രാഞ്ചിങ് നടക്കുന്നത് രണ്ട് വേരിയബിൾ മൂല്യങ്ങൾ തമ്മിലുള്ള ആപേക്ഷികമായ അവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ്. ഒരു നിശ്ചിത ഓപ്പറേഷന് ശേഷം സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ബന്ധപ്പെട്ട ഫ്ലാഗ് ബിറ്റ് സ്റ്റാറ്റസ് ടെസ്റ്റ് ചെയ്താണ് ഇവിടെ പ്രോഗ്രാം ബ്രാഞ്ചിങ് ആവശ്യമുണ്ടോ എന്ന തീരുമാനത്തിലെത്തുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ പട്ടികയിൽ BREQ ബ്രാഞ്ച് ഇഫ് ഈക്വൽ ഇൻസ്ട്രക്ഷനിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRNE ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ ഇൻസ്ട്രക്ഷനിൽ 0 ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRSH ബ്രാഞ്ച് ഇഫ് സെയിം ഓർ ഹയർ ഇൻസ്ട്രക്ഷനിൽ ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRLO ബ്രാഞ്ച് ഇഫ് ലോവർ എന്ന ഇൻസ്ട്രക്ഷനിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRMI ബ്രാഞ്ച് ഇഫ് മൈനസ് ഇവിടെ നെഗറ്റീവ് ഫ്ലാഗ് സെറ്റ് ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRPL ബ്രാഞ്ച് ഇഫ് പ്ലസ് നെഗറ്റീവ് ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRVS ബ്രാഞ്ച് ഇഫ് ഓവർഫ്ലോ സെറ്റ് ഇവിടെ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. BRVC ബ്രാഞ്ച് ഇഫ് ഓവർഫ്ലോ ക്ലിയർ ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിൽ ബ്രാഞ്ചിങ് നടക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. BREQ ബ്രാഞ്ച് ഇഫ് ഈക്വൽ. BREQ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം സ്റ്റാറ്റസ് രജിസ്റ്ററിലെ 0 ഫ്ലാഗ് ടെസ്റ്റ് ചെയ്യുന്നതും അത് സെറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണെന്ന് കണ്ടാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ലാബിൽ സൂചിപ്പിക്കുന്ന ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ തുടർന്ന് വരുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ ടാർഗറ്റ് ലൊക്കേഷൻ എന്നത് നിലവിൽ പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ്സിന് പിറകിലുള്ള 63 ലൊക്കേഷനും അതിനു മുമ്പിലുള്ള 64 ലൊക്കേഷനും ഉൾപ്പെട്ട പ്രോഗ്രാം മെമ്മറിയിലെ ഭാഗമായിരിക്കും. The BREQ instruction tests the 0 flag Z, and if Z is set, it branches relatively to PC in either direction, that is PC minus 63 to PC plus 64 to the target address referred by the label. Format: BREQ label branch to the label if Z is equal to 1. Example: program segment to monitor port B continuously till it gets a value 64H. മൈക്രോകൺട്രോളറിലെ പോർട്ട് ബി പിന്നിലേക്ക് 64H എന്ന വാല്യൂ ലഭിക്കുന്നത് വരെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള സിഗ്മെന്റ് കോഡാണ് ഇവിടെ എക്സാമ്പിൾ ആയി കാണിച്ചിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ലൈൻ LTI R17,0x64 64 എന്ന എക്സ് വാല്യൂ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ വാച്ച് എന്ന ലാബിളിൽ ഇൻ R16, പിൻ ബി പോർട്ട് പിൻ വാല്യൂ R16 രജിസ്റ്ററിലോട്ട് റീഡ് ചെയ്യുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ CP R17, ഇവിടെ R17 രജിസ്റ്റർ വാല്യൂ R16 രജിസ്റ്റർ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. R17 രജിസ്റ്ററിലേക്ക് 0x64 എന്ന വാല്യൂ നേരത്തെ ലോഡ് ചെയ്തിട്ടുണ്ട്. R16 രജിസ്റ്ററിലേക്ക് പിൻ ബി വാല്യൂ റീഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് രജിസ്റ്റർ വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ 0 ഫ്ലാഗ് ക്ലിയർ അവസ്ഥയിൽ തുടരുന്നതുമാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് BREQ HLT. ഇവിടെ 0 ഫ്ലാഗ് സെറ്റ് ചെയ്ത കണ്ടീഷൻ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ R17 വാല്യൂ R16 വാല്യൂ ഈക്വൽ എന്ന കണ്ടീഷൻ ആണെങ്കിൽ പ്രോഗ്രാം
എക്സിക്യൂഷൻ HLT എന്ന ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറുന്നതും അതല്ല സീറോ ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിലാണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ jump വാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതും പ്രോഗ്രാം വാച്ച് എന്ന ലൈനിലോട്ട് മാറി മോണിറ്ററിംഗ് പ്രോസസ് തുടരുന്നതുമാണ്. ഇവിടെ Z സ്റ്റാറ്റസ് 1 എന്ന അവസ്ഥയിലാവുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ HLT എന്ന ലൊക്കേഷനിലേക്ക് വരുന്നതും പ്രോഗ്രാം ഇവിടെ ഹാൾട്ട് ചെയ്യുന്നതുമായിരിക്കും. BRNE ബ്രാഞ്ച് ഈഫ് നോട്ട് ഈക്വൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം സ്റ്റാറ്റസ് രജിസ്റ്ററിലെ സീറോ ഫ്ലാഗ് ടെസ്റ്റ് ചെയ്യുന്നതും അത് ക്ലിയർ അവസ്ഥയിൽ തുടരുന്നതാണ് എന്ന് കണ്ടാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ലാബിൽ സൂചിപ്പിക്കുന്ന ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറുന്നതും അല്ലാത്ത പക്ഷം തുടർന്നുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ ടാർഗറ്റ് ലൊക്കേഷൻ BREQ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞതുപോലെ PC-63, PC+63 എന്നീ ലൊക്കേഷനുകൾക്ക് ഇടയിലുള്ള പ്രോഗ്രാം മെമ്മറിയിലെ ഭാഗമായിരിക്കും. The BRNE instruction tests the zero flag Z and if it is cleared, it branches relatively to PC in either direction between PC-63 and PC+64 to the target address referred by label. Format BRNE label branch to label if Z is equal to 0. Example, program segment to subtract 2 from the content of register R20 5 times. Register R20 യിൽ നിന്നും 5 തവണ 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സിഗ്മെന്റ് കോഡാണ് ഇവിടെ എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ലൈൻ LDI R16,05 R16 രജിസ്റ്ററിലേക്ക് 05 എന്ന വാല്യൂ ലോഡ് ചെയ്ത് കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 5. ഇനീഷ്യലൈസ് ദി കൗണ്ടർ. അടുത്ത ലൈൻ LDI R20,0xF R20 രജിസ്റ്ററിലേക്ക് 0xF എന്ന വാല്യൂ ലോഡ് ചെയ്യുന്നു. അടുത്ത ലൈൻ LDI R20,02 എന്ന വാല്യൂ R21 രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. അടുത്ത ലൈൻ ബാക്ക് എന്ന ലാബിളിൽ സബ് R20,R21 R20 രജിസ്റ്ററിൽ നിന്നും R21 രജിസ്റ്റർ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇവിടെ R20 രജിസ്റ്ററിൽ 0xF എന്ന വാല്യൂ ലോഡ് ചെയ്തിട്ടുണ്ട്. R21 രജിസ്റ്ററിലേക്ക് 02 എന്ന വാല്യൂ ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇൻസ്ട്രക്ഷൻ DEC R16 ഡിക്രിമെന്റ് R16. ഇവിടെ R16 രജിസ്റ്ററിലെ വാല്യൂ -1 എന്ന രീതിയിൽ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം R16 വാല്യൂ 0 ആവുന്ന സമയം സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും അല്ലാത്ത കേസിൽ സീറോ ഫ്ലാഗ് ക്ലിയർ അവസ്ഥയിൽ തുടരുന്നതുമാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ BRNE ബാക്ക്. ഇവിടെ സീറോ ഫ്ലാഗ് ക്ലിയർ ചെയ്ത അവസ്ഥയിലാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് എന്ന ലൊക്കേഷനിലേക്ക് മാറുന്നതും സബ്ട്രാക്ഷൻ പ്രോസസ്സ് തുടരുന്നതുമായിരിക്കും. അതല്ല സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ jump here എക്സിക്യൂട്ട് ചെയ്യുന്നതും പ്രോഗ്രാം ഇവിടെ ഹാൾട്ട് ചെയ്യുന്നതുമായിരിക്കും. BRSH ബ്രാഞ്ച് ഇഫ് സെയിം ഓർ ഹയർ. BRSH ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ക്യാരി ഫ്ലാഗ് ടെസ്റ്റ് ചെയ്യുന്നതും അത് ക്ലിയർ അവസ്ഥയിലാണെന്ന് കണ്ടാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ലാബിൽ സൂചിപ്പിക്കുന്ന ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറുന്നതും അല്ലാത്ത പക്ഷം തുടർന്നുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ ടാർഗറ്റ് ലൊക്കേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ PC-63, PC+63 എന്നീ ലൊക്കേഷനുകൾക്ക് ഇടയിൽ വരുന്ന
പ്രോഗ്രാം മെമ്മറിയിലെ ഭാഗമായിരിക്കും. The BRSH instruction tests the carry flag C, and if C is cleared 0, it branches relatively to PC in either direction between PC minus 63 and PC plus 64 to the target address referred by the label. Format: BRSH label. Branch to label if C is equal to 0. Example: program segment to monitor port B continuously to increment the register R16 when it receives number less than 18. പോർട്ട് ബി തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനും അതിലേക്ക് 18ലും താഴെയുള്ള നമ്പർ സ്വീകരിക്കുമ്പോൾ രജിസ്റ്റർ R16 ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിഗ്മെന്റ് കോഡാണ് എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ലൈൻ LDI R16,00 ഇവിടെ കൗണ്ടർ ആയിട്ട് ഉപയോഗിക്കേണ്ട R16 രജിസ്റ്ററിലേക്ക് 0 വാല്യൂ ലോഡ് ചെയ്ത് അത് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അടുത്ത ലൈൻ നെക്സ്റ്റ് ലാബിളിൽ ഇൻ R17, പിൻ ബി പോർട്ട് പിൻ ബി വാല്യൂ R17 രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ സബ് ഐ R17,18 ഇവിടെ R17 രജിസ്റ്റർ വാല്യൂവിൽ നിന്നും 18 എന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം R17 വാല്യൂ 18 എന്ന വാല്യൂവിൽ നിന്ന് കുറവാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് ക്ലിയർ അവസ്ഥയിൽ തുടരുന്നതുമായിരിക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ BRSH സ്കിപ്പ്. ഇവിടെ ക്യാരി ഫ്ലാഗ് ക്ലിയർ അവസ്ഥയിലാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്കിപ്പ് എന്ന ലൊക്കേഷനിലേക്ക് മാറുന്നതും അതിനുശേഷം RJump നെക്സ്റ്റ് എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും മോണിറ്ററിംഗ് തുടരുന്നതായിരിക്കും. അതല്ലാത്ത കേസിൽ ക്യാരി സെറ്റ് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ തൊട്ടടുത്തുള്ള INC R16 എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതും കൗണ്ടർ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തതിനു ശേഷം സ്കിപ്പ് എന്ന ലൊക്കേഷനിൽ വന്ന് RJump നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് മോണിറ്ററിംഗ് തുടരുന്നതായിരിക്കും. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. യാതൊരു കണ്ടീഷനും ടെസ്റ്റ് ചെയ്യാതെ പ്രോഗ്രാം എക്സിക്യൂഷൻ നിർബന്ധമായും ഒരു ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറ്റുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. AVR മൈക്രോ കൺട്രോളറിൽ ജംപ്, RJump, IJump എന്നീ 3 കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ്. Unconditional branch instructions transfer control from the current value of program counter to the target address without testing any bit or byte. In AVR, there are 3 unconditional branch instructions as jump, RJump, and IJump. First, jump. Jump instruction വഴി പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോഗ്രാം മെമ്മറിയിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും മാറ്റാൻ സാധിക്കും. 4 ബിറ്റ് വിഡ്ത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ജംപ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ അടങ്ങിയിരിക്കുന്ന 32 ബിറ്റുകളിൽ 22 ബിറ്റുകൾ ടാർഗറ്റ് അഡ്രസ് നൽകുന്നതിനും 10 ബിറ്റുകൾ ഓപ്കോഡ് നൽകുന്നതിനും ഉപയോഗിക്കുന്നു. ഇവിടെ അനുവദിച്ചിട്ടുള്ള 22 ബിറ്റുകളിൽ പ്രോഗ്രാം അഡ്രസ് 00 മുതൽ 3FF, FF, FH വരെയുള്ള മുഴുവൻ അഡ്രസ്സുകളെയും സൂചിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ജംപ് ഇൻസ്ട്രക്ഷൻ transfers program execution to any part of the memory location. It is a 4-bit or 32 bits instructions in which 10 bits are used for the opcode
and the other 22 bits represents the address of the memory location from 00 to 3FFFFH. Thus, it covers the entire address space in the program memory. Format: jump label. Example: HLT jump HLT. ഇവിടെ jump HLT എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം പ്രോഗ്രാം എക്സിക്യൂഷൻ HLT എന്ന ലൊക്കേഷനിലേക്ക് മാറുന്നതാണ്. ഇവിടെ HLT എന്ന ലൊക്കേഷൻ ഇതേ ലൈനിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് ജംപ് HLT ആവർത്തിച്ച് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതും പ്രോഗ്രാം ഈ ലൈനിൽ ഹാൾട്ട് ചെയ്യുന്നതുമായിരിക്കും. RJump റിലേറ്റീവ് ജംപ്. RJump ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം എക്സിക്യൂഷൻ നിലവിൽ പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ്സിന് പിറകിലെ 2048 ലൊക്കേഷനുകളിലോ അതിന് മുമ്പിലുള്ള 2047 ലൊക്കേഷനുകളിലോ ഉൾപ്പെടുന്ന പ്രോഗ്രാം മെമ്മറിയിലെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. 2 ബൈറ്റ്സ് അല്ലെങ്കിൽ 16 ബിറ്റ്സ് സൈസിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് RJump ഇൻസ്ട്രക്ഷൻ. ഇതിലെ 12 ബിറ്റുകൾ ടാർഗറ്റ് അഡ്രസ് നൽകുന്നതിനും 4 ബിറ്റുകൾ ഓപ്പ് കോഡ് നൽകുന്നതിനും ഉപയോഗിക്കുന്നു. RJump instruction transfers program execution to any part of the memory location within -2048 to +2047 words of the memory relative to the address of the program counter. This instruction is a 2-byte or 16 bits instruction. Out of 16 bits, 4 bits are used for opcode and the rest 12 bits are used for target address. Format: RJump label. Jump to label. Example: ഇവിടെ വാച്ച് എന്നൊരു ലേബിൾ നൽകിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിലെ മറ്റൊരു ലൈനിൽ RJump വാച്ച് എന്ന ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം പ്രോഗ്രാം എക്സിക്യൂഷൻ വാച്ച് എന്ന ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് മാറുന്നതായിരിക്കും. iJump ഇൻഡയറക്റ്റ് ജംപ്. 2 ബൈറ്റ് സൈസിലുള്ള മറ്റൊരു അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് iJump. ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോഗ്രാം മെമ്മറിയിലെ താഴെയുള്ള 64K ഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ലൊക്കേഷനിലേക്ക് മാറ്റുന്നതിന് മാത്രമേ സാധിക്കൂ. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് Z രജിസ്റ്ററിലെ കണ്ടന്റ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യുന്നതും പ്രോഗ്രാം എക്സിക്യൂഷൻ ഈ അഡ്രസ് സൂചിപ്പിക്കുന്ന ലൊക്കേഷനിലേക്ക് മാറുന്നതുമായിരിക്കും. മറ്റ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ടാർഗറ്റ് അഡ്രസ് സ്ഥിരമായിരിക്കുന്നതല്ല. Z രജിസ്റ്ററിലെ കണ്ടന്റിൽ മാറ്റം വരുത്തി ആവശ്യമായ ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ മാറ്റാൻ സാധിക്കുന്നതാണ്. iJump instruction is another 2-byte instruction. Transfer program control to a target location within the lowest 64K words of the program memory. When this instruction executes, the PC is loaded with the content of the Z register so as to jump to the address pointed to by the Z register. Apart from the other jump instruction, the target address in iJump instruction will not be static, and we can dynamically change the target address by changing Z register content through program. Format: iJump jump to the location pointed to by Z register. Example: iJump ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിലെ ഒരു ലൈൻ LDI ZL, 0x50 ടാർഗറ്റ് അഡ്രസ്സിലെ ലോവർ ബൈറ്റ് Z രജിസ്റ്ററിലെ ലോവർ ബൈറ്റിലോട്ട് ലോഡ് ചെയ്യുന്നു. അടുത്ത ലൈൻ LDI ZH, 0x04 ടാർഗറ്റ് അഡ്രസ്സിന്റെ ഹയർ ബൈറ്റ് Z രജിസ്റ്ററിലെ ഹയർ ബൈറ്റിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നു. ഈ പ്രോഗ്രാമിൽ മറ്റൊരു ലൈനിൽ
ഐജംപ് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം പ്രോഗ്രാം എക്സിക്യൂഷൻ 0x0450 എന്ന അഡ്രസ് ലൊക്കേഷനിലേക്ക് മാറുന്നതായിരിക്കും. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.